ഹലോ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഇന്ന് വന്നേക്കണ ഒരു ചെറിയൊരു അൺബോക്സിങ് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 24 ഷെയ്ഡിൻ്റെയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. നമ്മൾ വാട്ടർ കളറിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലേ. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 200 രൂപയുടെ അടുത്താണ്. 190 രൂപയാണ് വേണ്ടിയത് വാങ്ങിച്ചത്. ഇതിന് 24 ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം ഉൾപ്പെടുന്ന എനിക്ക് തോന്നണേ. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ സാധാരണ ഈ 12 ഷെയ്ഡിൻ്റെയാണ്, ഇതിൻ്റെ തന്നെ ചെറുത് ആണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. ഇതിപ്പോൾ ഒരുവിധം മിക്ക ഷെയ്ഡുകളുമുണ്ട്. സ്കിൻ ഷെയ്ഡുണ്ട്, പിന്നെ ഓറഞ്ച് 3 ടൈപ്പുണ്ട്, ലൈറ്റ്, അതേപോലെ യെല്ലോ, പിന്നെ ഗ്രീൻ, ഡാർക്ക് തൊട്ട് അങ്ങേറ്റം ഗ്രീൻ വരെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പതുക്കെ കളർ എടുത്തിട്ട് അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ സർക്കിൾ പ്രാക്ടീസിങ് എന്ന് പറയാം. കളറിലുണ്ട് സർക്കിൾ പ്രാക്ടീസിങ് എന്ന് തന്നെ പറയാം. അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് പറയട്ടെ, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസിങ്ങാണ് മെയിനായിട്ടുള്ള ഇത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ സെൻറ്റൻസ് ഉള്ളൂ. പിന്നെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഈ കളർ പെൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ഷമ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ടർ കളറിങ്, അതുപോലെ ഓയിൽ കളറിങ് ഒക്കെ വരുമ്പോഴത്തേക്കും. കാരണം അത്രയും ഫോക്കസ്ഡ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യുന്നവർ കുറേ കൂടി ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. 2 തരമുണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ. മോട്ടിവേഷൻ ഉണ്ട്, ഡിസിപ്ലിനുണ്ട്. കുറേ കൂടി ലൈഫ് സ്പാൻ കിട്ടണത് ഡിസിപ്ലിനാണെന്ന് എനിക്ക് തോന്നണത്. മറ്റേ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഇഞ്ചക്ഷൻ കുത്തി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു റിയാക്ഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിപ്പോൾ കളറിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ഒരു ഇതല്ല. കാണുമ്പോൾ തന്നെ അറിയാം അത് ഗ്രീനാണ്, ബ്ലൂ ആണ്, യെല്ലോ ആണെന്നൊക്കെ. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് വെറുതെ സർക്കിളിൻ്റെ ഒരു പ്രാക്ടീസിങ്ങും, പിന്നെ ആ കളർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് അധികം മിക്സ് ചെയ്യാതെ തന്നെ ഒന്ന് ടച്ച് നോക്കണമല്ലോ എന്നുള്ളതിൽ ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ആർട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, കളറിങ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പുറത്ത് പോകുമ്പോൾ പലതരം ഫ്ലവേഴ്സ് ഉണ്ടാവും. അതിൻ്റെ ഫോണിൽ ക്യാപ്ചർ ചെയ്യണം. അതിൻ്റെ ആ കളർ ഏകദേശം നമ്മൾ മാച്ച് ചെയ്ത് കിട്ടുമോ എന്ന് നോക്കണം നമ്മുടെ ഇതിൽ, കളർ പെൻസിലിൽ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഞാൻ ബേസിക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കളർ മിക്സ് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ടിഷ്യൂ പേപ്പർ കേട്ടോ. ടിഷ്യൂ പേപ്പർ ഭയങ്കര യൂസ്ഫുള്ളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ പേപ്പറിൽ കൊണ്ടുവന്ന് ആ ബ്രഷ് ഇട്ട് വരയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എന്താ പറയുക, ആ ഒരു വെള്ളം വലിച്ചെടുക്കുന്നത് ടിഷ്യൂ പേപ്പറിലൂടെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ 24 ഷെയ്ഡുണ്ട്. ഓറഞ്ച്, ഡാർക്ക്, ലൈറ്റ്, പലതരമുണ്ട്. നമുക്ക് ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എന്താ പറയുക, മിക്സിങ് കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. നമ്മൾ ചില ആൾക്കാർ കളർ മിക്സ് ചെയ്ത് തന്നെ എടുക്കുള്ളൂ. ചിലർക്ക് ഷെയ്ഡ്, ഇപ്പോൾ ഗ്രീൻ തന്നെ 3 ടൈപ്പ് 4 ടൈപ്പ് ഗ്രീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തത്തമ്മയുടെ ഗ്രീനും, പിന്നെ അതുകൂടാതെ എന്താ പറയുക, ഈ ഡാർക്ക് ട്രീസിൻ്റെ ലീഫും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് നമ്മളത് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണത്. നമ്മളിത് ഹറിബറി ചെയ്യണതല്ല. കാരണം ഞാൻ കൂടുതലും എൻവയറമെൻറ്റ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അത് ഫോർ എക്സാമ്പിൾ ട്രീ, പിന്നെ ലാൻഡ്സ്കേപ്സ്, പിന്നെ പച്ചപ്പ് കൂടുതലുള്ളത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മരങ്ങളും കുറേ തിക്കായിട്ടുള്ള പ്ലാന്റ്സ് കൂടി നിൽക്കുന്നത്, പിന്നെ അതാണ് മെയിനായിട്ട് കുറേ കൂടി പിക്ചറിനൊരു എന്താ പറയുക, ഒരു ലുക്ക് വരുത്തണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യെല്ലോയും ഗ്രീനും ആണെന്ന് തോന്നുന്നത്.
കാരണം നമ്മൾ മെയിനായിട്ട് മിക്ക കാർട്ടൂൺ ബാക്ക്ഗ്രൗണ്ട്സിലും വരുന്ന ഒരു കളറാണത് കേട്ടോ. കാർട്ടൂൺ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, കാർട്ടൂൺ നമുക്ക് വരയ്ക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. കാർട്ടൂൺ ഷോർട്ട് ഫിലിം ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുണ്ടായിരിക്കാം. കൂടുതലും ആ കളറുകൾ ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്ന യെല്ലോ, ഗ്രീന്, പിന്നെ ബ്ലൂ സ്കൈ, ഇത് മൂന്നുമാണ് കൂടുതലും ഇത് വന്നേക്കണത്. പിന്നെ ഡ്രസ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ കളർ തന്നെ ആയിരിക്കുമല്ലോ, കളറിങ്ങനെ അപ്പോൾ മാറ്റില്ലല്ലോ. 3D ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്താ പറയുക, സോഫ്റ്റ്വെയറിലാണെങ്കിൽ പോലും അധികം കളർ മാറ്റില്ല, കാരണം വർക്ക് ലോഡ് കൂടുകയുള്ളൂ. ഇതിപ്പോൾ ആ ബ്രഷ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ ആ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ടോ, ആ ബ്രഷും കൊണ്ട് തന്നെ ചെയ്യണം എന്നാണ് ഒരിത്. ഏകദേശം മനസ്സിലാവേണ്ട ഗ്രീൻ, പലതരം ഗ്രീൻ വന്നിട്ടുള്ളത് ഇല്ലേ. പുറത്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഞാൻ പറയണ എന്ത് കളർ, നമുക്ക് പലതരം കളറുകളുണ്ടാവും. ഒരു വണ്ടിയുടെ കളറായാലും ശരി, ഒരു ഫ്ലാറ്റിൻ്റെ കളറാണെങ്കിലും, ഒരു മരത്തിൻ്റെ ഷെയ്ഡാണെങ്കിലും, അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മളത് ക്ലോസ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് സ്നാപ്സ് എടുക്കുക, അത് ആ കളറ് എങ്ങനെ ആഡ് ചെയ്താൽ മിക്സ് ചെയ്താൽ കിട്ടുന്നത് ചെക്ക് ചെയ്യുക. കുറച്ചും കൂടി ഗുണമുള്ള കാര്യങ്ങളാണത്. ഞാൻ കേട്ടേക്കണത്, അതായത് പെൻസിൽ ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ ശരാശരി 20 തൊട്ട് 30 മിനിറ്റ് വരെ നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. 20 മിനിറ്റ്സ് പെർ ഡേ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു 20-30 മിനിറ്റ്സ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കളറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പെട്ടിൽ 1 അവർ അല്ലെങ്കിൽ 1.5 hours നമ്മളതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനിപ്പോൾ കളറിങ്ങനെ ഷോർട്സിലിടുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കുറേ പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോൾ, സ്കൈ മിക്സ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും തെറ്റാറുണ്ടായിരുന്നു. അത് മേ ബി എനിക്കതിനെ ലാക്ക് ഓഫ് നോളജ് തന്നെയാണെന്ന് എനിക്ക് തോന്നണേ. നമ്മൾ പഠിച്ച് വരുന്ന ആൾക്കാർ ഈ പഠിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ വൈറ്റാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതിനു വേണ്ടി കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കുന്തോറും നമ്മളുണ്ടല്ലോ, ഈ അനിമേഷന് പോയവരായാലും ശരി, അനിമേഷൻ ഡ്രോ ചെയ്യണവരാണെങ്കിലും, കളർ യൂസ് ചെയ്യുന്നവരാണെങ്കിലൊക്കെ ആണെങ്കിലും അവർ ഭയങ്കര ക്ഷമയോടെ ഇരിക്കണം. അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണെന്ന് ഈ ടൈമിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം നമ്മൾ ക്ഷമയോടെ വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ചെയ്യാനെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ക്ഷമയോടെ ഇരുന്നത് മിക്സിങ്ങൊക്കെ പഠിക്കണം. ഇനിയിപ്പോൾ ഞാനിങ്ങനെ പേസ്റ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ദിവസം ഒന്ന് ഒതുങ്ങുമ്പോഴത്തേക്കും പേസ്റ്റ് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. കളർ പേസ്റ്റിൻ്റെ അതും കൂടി ഒന്ന് പരീക്ഷിക്കണം. കാരണം നമ്മൾ ഡിജിറ്റൽ വരയ്ക്കുന്ന പോലെയല്ല നമ്മളൊരു പേപ്പറിൽ വരയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് കുറച്ച് ഇത് തന്നെയാണ്. ഡിജിറ്റലാണെങ്കിൽ നമുക്ക് അത്രയും ഇത് വരുന്നില്ല, പണി വരുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്, എന്താ പറയുക, കുറച്ച് സ്ട്രെയിനാണ് എന്ന് തന്നെ പറയാം കേട്ടോ. തെറ്റിക്കഴിയുമ്പോഴാണ്, ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം വരുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇത്രയും കളറുകളാണ് ആ ബോക്സിലുള്ളത്. അത് എല്ലാ കളറും ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സർക്കിളായിട്ട് എല്ലാത്തിനും വന്നിട്ടില്ല. ലാക്ക് ഓഫ് പ്രാക്ടീസ് എന്ന് തന്നെ പറയാം. പ്രാക്ടീസ് കുറേ കൂടി ഫോക്കസ് ചെയ്യണം. പ്രാക്ടീസിങ് അല്ല, ഫോക്കസിങ്, പിന്നെ കുറച്ചും കൂടി ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെ പറയണത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പുല്ല് ആണ് വരയ്ക്കണത്. ഗ്രാസ് അല്ലേ. എൻ്റെ കാഴ്ചപ്പാടിൽ പിക്ചർ കുറച്ചും കൂടി എപ്പോഴും കളർഫുൾ ആവണത് 2 കളർ 3 കളർ മിക്സ് ചെയ്യുമ്പോഴാണ്. ഒന്ന് ഗ്രീൻ കളറ്, ഗ്രാസും അതേപോലെ ട്രീസിൻ്റെയും ഷെയ്ഡുകൾ വരുമ്പോൾ ഭയങ്കര ഒരു പിക്ചറിന് ഒരു ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതുകൂടാതെ ഓറഞ്ച് സ്കൈ, ബ്ലൂ സ്കൈയിലും, പിന്നെ ലൈറ്റ് ബ്ലൂ സ്കൈ പ്ലസ് ഓറഞ്ച് സ്കൈയും കൂടി കയറുമ്പോൾ കുറച്ചും കൂടി ആ ഒരു പിക്ചറിലേക്ക് നമ്മൾ എടുത്ത് നോക്കും. നമ്മുടെ കണ്ണ് അതിലേക്ക് ശരിക്കും അങ്ങ് പതിയുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ 2 കളറും കുറച്ചും കൂടി, പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്നത് യെല്ലോയാണ്. അത് കുറച്ചും കൂടി ഇതാകും, നമ്മളെ കംഫർട്ടാക്കും. ഏകദേശം ഇത് ഫിനിഷിങ് ആവാറായിട്ടുണ്ട്. അപ്പോൾ
എന്നെപ്പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരും ഏത് വിഷയമായിക്കോട്ടെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനു വേണ്ടി ടൈം കണ്ടെത്തുക, പിന്നെ നല്ലോണം ഫോക്കസ് ചെയ്യുക. നമ്മളുടെ ഡ്രീം അതാണെന്നുള്ള എപ്പോഴും ഉള്ളിലൊരു ഫിനിഷിങ് ഉണ്ടായിരിക്കണം മനസ്സിൽ. ഹായ് ഫ്രണ്ട്സ്, വാട്ടർ കളറിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചുമ്മാ ലൈക്ക് ചെയ്യുക.